ഈ വർഷത്തെ MS സുബ്ബലക്ഷ്മി ഫൗണ്ടേഷൻ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ അഭിനേത്രി, നടിയും നർത്തകിയുമായ ശ്രീമതി സുരഭി ലക്ഷ്മിയാണ്. ഈ വർഷത്തെ ചലച്ചിത്ര പ്രതിഭാ പുരസ്കാരം സ്വീകരിക്കുന്നതിനായി ശ്രീമതി സുരഭി ലക്ഷ്മി അവർകളെ വേദിയിലേക്ക് സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു. പുരസ്കാരം നൽകുന്നതിനായി ബഹുമാന്യനായ ജസ്റ്റിസ് എൻ നാഗരേഷ് സാറിനെയും ജസ്റ്റിസ് CK അബ്ദുൾ റഹീം സാറിനെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിറഞ്ഞ കയ്യടിയോടെ നമുക്ക് സുരഭി ലക്ഷ്മിയെ സ്വീകരിക്കാം. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീമതി സുരഭി ലക്ഷ്മിയെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളെ, ഇവിടെ വർക്കലയിലെ പ്രിയപ്പെട്ട എല്ലാവരോടും, സദസ്സിലുള്ള മറ്റ് അവാർഡ് ജേതാക്കളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാനായിരിക്കും കുറച്ച് ദൂരത്തുനിന്ന് വരുന്ന ആൾ. കോഴിക്കോട് നരിക്കുനി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം വിജയരാഘവൻ സാറ് പറഞ്ഞതുപോലെ പാരമ്പര്യങ്ങളൊന്നും അങ്ങനെ എടുത്തു പറയാനില്ലാത്തൊരു നാടാണ്. അപ്പോൾ അവിടെ നിന്ന് ചെറിയ ഞങ്ങളുടെ നാട്ടിൽ ആകെ 3 തരത്തിലുള്ള ഡാൻസുകളായിരുന്നു ഉണ്ടായിരുന്നത്. സിംഗിൾ ഡാൻസ്, ഗ്രൂപ്പ് ഡാൻസ്, കപ്പിൾ ഡാൻസ് എന്ന് പറയുന്ന 3 തരം. അപ്പോൾ അതിൽ സിനിമാറ്റിക് ഡാൻസാണ് സിംഗിൾ ഡാൻസിൽ വരുന്നത്. അപ്പം ഞാൻ 2 ഡാൻസ് എപ്പോഴും പഠിച്ചു വെക്കും. അന്ന് ഞാൻ പ്രഭുദേവയെ കണ്ടിട്ടില്ല, ലാൽ സാറിൻ്റെ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒന്ന് മുക്കാല മുക്കാബില എന്നുള്ള പ്രഭുദേവയുടെ അനശ്വരമാക്കിയ ആ ഡാൻസും, അതുപോലെ തന്നെ ജുംബ എന്ന് പറഞ്ഞിട്ടുള്ള ലാൽ സാറിൻ്റെ സിൽക്ക് സ്മിതയും ചെയ്തിട്ടുള്ള ആ ഡാൻസാണ്. അപ്പോൾ ഇത് കളിക്കാൻ നമുക്ക് വേദികൾ വേണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ വീടിനടുത്തുള്ള പാരൽ കോളേജുകളിൽ കോളേജ് ഡേ നടക്കുന്ന സമയത്ത് ഉച്ച സമയത്ത് അവിടെയുള്ള സാർമാരോട് ചോദിക്കും, മനോഹരം മാഷെ ഞാൻ ഒരു ഡാൻസ് കളിക്കട്ടെ. പറ്റൂല, ഇപ്പം എന്തായാലും കളിക്കാൻ പറ്റൂല, ഇവിടെയുള്ള കുട്ടികളുടെ പരിപാടി എന്നുണ്ട് ഇഷ്ടം പോലെ, അതുകൊണ്ട് പിന്നെ വാ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഉച്ചയ്ക്ക് ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് പോകുമ്പോഴും ഞാൻ ബാഗിൽ ഡ്രസ്സൊക്കെ ആക്കിയിട്ടാണ് പോവുക. എന്നിട്ട് ഞാൻ പോയി ചോദിക്കും, മനോഹരം മാഷെ ഞാൻ ഒന്ന് ഡാൻസ് കളിക്കട്ടെ പ്ലീസ് സാർ. അതെന്ത് ഞാൻ കളിക്കട്ടെ, ഉച്ചയ്ക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കളിച്ചേ പറ്റൂ. കളിച്ചേ പറ്റൂ. അങ്ങനെ കയറി കളിച്ചിട്ട് അവിടെയുള്ള പിന്നെ അടുത്ത കോളേജിൽ പോയി ചോദിക്കും. അങ്ങനെ ഞാൻ പിന്നെ അവിടെയുള്ള കൊച്ച് ഒരു ഡാൻസുകാരിയൊക്കെ ആയിട്ട് അങ്ങനെ വളർന്നപ്പോൾ എൻ്റെ വീടിനടുത്തുള്ള 2 പേര് വന്ന് പറഞ്ഞു, വിജയേട്ടനും ഉണ്ണേട്ടനും വന്ന് പറഞ്ഞു ഇവളെങ്ങനെ ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണം. അപ്പം ഞങ്ങളുടെ അവിടെ അടുത്തൊന്നും ക്ലാസിക്കൽ ഡാൻസ് ഇല്ല. അങ്ങനെ സത്യവ്രത മാഷ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരത്ത് പോയിട്ട് അവിടെ നിന്ന് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചു. പിന്നെ എൻ്റെ വീട് ഒരു കള്ളുഷാപ്പിൻ്റെ ഒക്കെ അടുത്താണ്. അവിടെയുള്ള ഏതോ ഒരു കള്ളു കുടിച്ച് പോയിട്ടുള്ള ഒരാൾ ഉപേക്ഷിച്ച് പോയ ദേശാഭിമാനി പത്രത്തിലാണ് കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ BA ഭരതനാട്യത്തിന് ഒഴിവുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇത് കാണുകയും ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്തത്. അപ്പോൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഞങ്ങളുടെ അമ്പലങ്ങളിലൊക്കെ നാടകങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടെങ്കിലും അതിൽ മിക്കവാറും ദൈവികമുള്ള വേഷങ്ങളാണ്. ശ്രീകൃഷ്ണനായിട്ടും സുബ്രഹ്മണ്യനായിട്ടും അയ്യപ്പനായിട്ടും ഒക്കെ 4ലും 3ലും ഒക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ സ്കൂൾ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഭരതനാട്യം, മോഹിനിയാട്ടം, അതുപോലെ തന്നെ സംഗീതം, ഇപ്പോൾ ഇന്ന് ഈ ഒരു പ്രഗത്ഭയായ വ്യക്തിയുടെ പേരിലുള്ള ഒരു അവാർഡ് വാങ്ങിക്കുമ്പോൾ എനിക്ക് ഈ സംഗീതം എന്ന് പറയുന്നത് എനിക്ക് തീരെ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു തിയേറ്റർ എന്ന് കണ്ടപ്പോൾ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള തിയേറ്ററുകളിൽ ഇങ്ങനെ റീൽ ഓടിക്കുന്നതൊക്കെ ആയിരിക്കും ഈ തിയേറ്റർ.
അന്ന് ഞങ്ങൾ പ്ലേ എന്നോ അല്ലെങ്കിൽ തിയേറ്റർ എന്നൊന്നും അറിയാത്ത കാലത്ത് തിയേറ്ററിനൊരു അറിയാതൊരു ടിക്കറ്റ് പോയതാണ്. പിന്നീട് സ്റ്റാൻസ്ലോവിസ്കിയും ഗ്രോട്ടോവ്സ്കിയും മേയർ ഹോൾഡും ബ്രത്തും തുടങ്ങിയ വലിയ നമ്മുടെ കൂടിയാട്ടവും തുടങ്ങിയ വലിയ ആചാര്യന്മാരെക്കുറിച്ചും അവരുടെ അഭിനയ രീതികളെക്കുറിച്ചും ഒക്കെ കാലടി ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ പഠിച്ചത്. പിന്നെ ഈ അഭിനയം ഭയങ്കര മനസ്സിൽ ആഗ്രഹം ഉള്ളതുകൊണ്ട് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോയ സമയത്താണ് കെ രാജീവ് സാറിൻ്റെ ഒരു സീരിയലും അതുപോലെ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഞാൻ കളക്ടറൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. മൂസക്കായി എന്നുള്ളതൊക്കെ അദ്ദേഹത്തിനൊക്കെ എവിടെയായിരിക്കും സമയം എന്നുള്ളത്. വല്ലാത്തൊരു മനുഷ്യൻ തന്നെ കേട്ടോ നിങ്ങളെ മാതിരി നമ്മക്ക് ഇപ്പഴാ തോന്നി ഒരു കളക്ടർ അതിന് എത്ര മരം മുറിക്കേനു, നാട്ടിൽ ചാഞ്ഞു നിൽക്കണ മരം മുഴുവൻ മുറിക്കേനു. ഞങ്ങളെ നാട്ടിൽ വന്നില്ല, കോഴിക്കോട്ടുണ്ടേനു. ചിരിക്കല്ലേ, സത്യത്തിൽ ഇവര് തമ്മിൽ വലിയ എതിരാളികളാണ്. ഇദ്ദേഹം ജിജി സാറ് ആ കഥ പറഞ്ഞ സമയത്ത് ശരിക്കും നമുക്കത് വിഷ്വൽ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആക്ടർ എന്ന് പറയുന്നത് ഇനിയും സമയമുണ്ട്. സാറിൻ്റെ ഔദ്യോഗിക ജീവിതമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അഭിനയ രംഗത്തേക്ക് കുട്ടേട്ടൻ ഒരു എതിരാളിയെ ഞാനിവിടെ ആയി മാറട്ടെ. എൽദോ ചേട്ടാ നോട്ട് ചെയ്ത് വെച്ചോളൂ, ജഡ്ജസ് പ്ലീസ് നോട്ട്. അപ്പം ഇദ്ദേഹം ഇനി നമ്മുടെ മലയാള സിനിമയിൽ ഗംഭീരമായിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ ജിജി സാറ് വരട്ടെ. കാരണം അത്ര മനോഹരമായിട്ട് സാറ് ആ കഥ പറഞ്ഞ സമയത്ത് സാറിൻ്റെ വീടും ആ പുളിമരവും അതിനു വേണ്ടിയിട്ട് ഉള്ള ആ ഒരു നടപ്പും കാര്യങ്ങളും പിന്നീട് ആ മരം വെട്ടിയതും ഒക്കെ നമുക്കൊരു സിനിമ പോലെ കാണാൻ പറ്റി. ഞാൻ ഇടയ്ക്ക് കുട്ടേട്ടൻ്റെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ വിഷ്വൽ ചെയ്യുന്നതായിട്ട് കണ്ടു. നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നറിയാം, ഒരു എതിരാളി വരുന്ന സമയത്ത് അത്ര നിങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല എന്നറിയാം, ഒരു എതിരാളി വരികയാണല്ലോ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ വളരെ സന്തോഷം. ജസ്റ്റിസ് സാർ എല്ലാവരും ഞങ്ങൾ ഇപ്പം നമ്മളൊക്കെ പറയാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ അവാർഡ് എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞ എൽദോ ചേട്ടൻ വിളിച്ച്, അതുപോലെ കൃഷ്ണകുമാർ സാർ ഇതിനെപ്പറ്റി പറഞ്ഞ സമയത്ത് ഞാൻ അതല്ല ഇപ്പോൾ പറഞ്ഞത്. ഇപ്പോൾ സംഭവിക്ക് മനസ്സിലായി, നിങ്ങൾ പാത്തൂനെ അറിയില്ല, വേറെ ഒന്നും അറിയില്ല. പോയി കുത്തിരിക്കും, ഞാൻ ബാക്കി പറയട്ടെ. സോറി കേട്ടോ. അപ്പോൾ ഈ ഒരു അവാർഡ് പറഞ്ഞ സമയത്ത് ഞാൻ ഓർത്തു, എങ്ങനെയാണ് ഒരു ഗായികയുടെ പേരിലുള്ള അവാർഡാണല്ലോ, അതിന് ഞാൻ എങ്ങനെയാണ് അത് അർഹയാവുന്നത് എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നീട് മാമിൻ്റെ ഇതൊക്കെ യൂട്യൂബിലും കാര്യങ്ങളിലും ഒക്കെ നോക്കിയപ്പോഴാണ് ശകുന്തള എന്ന് പറഞ്ഞുള്ള സിനിമയും അതുപോലെ മീര, അങ്ങനെ കുറേ സിനിമകൾ നാരദനായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായത്. അപ്പോൾ കുഴപ്പമില്ല, അതിന് വാങ്ങിക്കാൻ പോവാം എന്ന് മനസ്സിൽ തോന്നി. പല സമയത്തും പല വേദികളിലും നമ്മൾ പല പ്രശസ്തരായിട്ടുള്ള ആളുകളുടെ അവാർഡുകൾ വാങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെയുള്ള സംഘാടകർക്ക് അവരെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടാവില്ല. എന്തിൻ്റെയോ പേരിൽ ഇങ്ങനെ അവരുടെ പേര് തന്നെ പലപ്പോഴും മോശമാവുന്ന രീതിയിലാണ് പല അവാർഡ് ചടങ്ങുകളിൽ പോകുമ്പോഴും നമുക്ക് തോന്നാറ്. അപ്പോൾ ഈ ഒരു അവാർഡ് കിട്ടിയപ്പോൾ കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ച സമയത്താണ് ഈ ഒരു ശ്രീകൃഷ്ണ ഈ കലാക്ഷേത്രയുടെ പേര് വിട്ടുപോയി, നാട്യ കലാലയത്തെക്കുറിച്ചും അതുപോലെ തന്നെ നമ്മുടെ കൃഷ്ണകുമാർ സാറ് ഇവിടെ അവിടെ ഉണ്ട്, അദ്ദേഹത്തെ കുറിച്ചുമൊക്കെ അറിഞ്ഞത്. ഓരോ നാട്ടിൽ ചെല്ലുമ്പോഴും ഇവിടെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇത് കൊണ്ട് നടക്കാൻ പറ്റുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രതിഫലവും ഇല്ലാതെ ഈ കലയ്ക്ക് വേണ്ടി ജീവിക്കുന്ന, കല ആസ്വാദകരായിട്ട് ജീവിക്കുന്ന ഒരു പറ്റം നല്ല ആളുകളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് എനിക്കും ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചത്. അതിനുള്ള നന്ദി അറിയിക്കുന്നു. ഈ മഹത് വ്യക്തിയുടെ പേരിലുള്ള MS സുബ്ബലക്ഷ്മി എന്ന് പറയുന്ന ലോകം കീഴടക്കിയ മഹത് വ്യക്തിയുടെ പേരിലുള്ള ഈ ഒരു അവാർഡിന് എന്നെ സെലക്ട് ചെയ്തതിന്, ക്ഷണിച്ചതിന് ഒരുപാട് നന്ദി. അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ദൂരം ഈ മഴയുടെ കാലത്ത് എനിക്കിവിടെ എത്താൻ സാധിച്ചത്. എന്നും ഒരു കലാകാരി എന്നുള്ള രീതിയിൽ നിങ്ങളോടെല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. റിച്ചാർഡ് ഷെഗ്നർ പറഞ്ഞതുപോലെ കൂടിച്ചേരുക, ഒരു പ്രത്യേക കാര്യം ചെയ്യുക, പിരിഞ്ഞു പോവുക, പിന്നീട് അത് ആവർത്തിക്കപ്പെടാത്തതും നമ്മളുടെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നതുമായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ജീവിതം മുഴുവൻ അങ്ങനെയാണ്. നമ്മൾ ഇന്നിവിടെ കൂടിച്ചേരുന്നു, ഈ ഒരു വലിയ ചടങ്ങിലൂടെ നമ്മളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷം പങ്കിടുന്നു, തിരിച്ചു പോകുന്നു. എല്ലാവരെയും ഇനിയും കാണാൻ സാധിക്കട്ടെ, ഒരുമിച്ച് ചേരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും നന്മകൾ നേരുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.